ഹലോ ഫ്രണ്ട്സ്, ഷാരൂസ് ആൻഡ് ദേവൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു മോട്ടിവേഷൻ സ്പീച്ചാണ്. PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കൊറോണയൊക്കെ മൂലം ഒരുപാട് പേരുടെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഏജ് ഓവറായി ഒരുപാട് പേര് അങ്ങനെ പലരും വിഷമിച്ചിരിക്കുകയാണ്. ഞാനും PSC പരീക്ഷകളൊക്കെ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇത് ഞാൻ സ്വന്തമായി തയ്യാറാക്കിയ എൻ്റെ നോട്ട്സുകളാണ്. ഇതാണ് എൻ്റെ റാങ്ക് ഫയൽ. നമ്മൾ ഒരു പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്നില്ല എന്ന് കരുതി ആരും വിഷമിക്കരുത്. ചിലർക്ക് ആദ്യം തന്നെ ജോലി കിട്ടും, ചിലർക്ക് ലാസ്റ്റ് ചാൻസിലായിരിക്കും കിട്ടുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകൾ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഓർത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനൊരു എനർജി കിട്ടും. പിന്നെ ഈ നെഗറ്റീവ് പറയുന്നവരെ ഒന്നും മൈൻഡ് ചെയ്യരുത്. പിന്നെ ഒരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് പഠിത്തം നിർത്തരുത്. നമ്മൾ ഒപ്പിട്ടാൽ ജോയിൻ ചെയ്യുന്നിടം വരെ നമ്മൾ പഠിക്കണം. ഇനിയിപ്പം ജോലി കിട്ടിക്കഴിഞ്ഞാലോ മറ്റുള്ളവർ പറയും ഭാഗ്യം കൊണ്ട് കിട്ടി, അവൻ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് കിട്ടി എന്ന് പറയും. ഭാഗ്യം വേണം. ഒരു 99% പ്രയത്നവും 1% ഭാഗ്യവും വേണം. ഈ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെ തേടി വരത്തില്ല, നമ്മൾ ഭാഗ്യത്തെ അങ്ങോട്ട് തേടി പോകണം. അപ്പോൾ നമ്മൾ പ്രയത്നിക്കുന്ന അനുസരിച്ച് നമുക്ക് ഭാഗ്യം നമ്മളെ തുണയ്ക്കും. നമ്മൾ ഈ യാത്രയിൽ, ഈ പഠിക്കുന്ന ഈ യാത്രയിൽ നമ്മൾ തനിച്ച, നമ്മളെ ആരും സഹായിക്കാനില്ല. നമ്മൾ ആ വിജയം വരിക്കുന്നിടം വരെ നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര ആരംഭിക്കുന്നത്. പിന്നെ നമ്മളെ തളർത്താൻ ഒരുപാട് പേര് കാണും. എത്ര നാളുകൊണ്ട് പഠിക്കുക, എന്നിട്ടും ജോലി ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് തളർത്തുന്ന ഒരുപാട് പേരുണ്ടാകും. അത് കേൾക്കുമ്പോഴത്തേന് നമ്മളും ഇനി എനിക്ക് പഠിച്ചാൽ കിട്ടത്തില്ല, അങ്ങനെ അതും പറഞ്ഞ് നമ്മളും വിഷമിക്കും. അതൊന്നും കേൾക്കരുത്. നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ചിലപ്പോൾ നെഗറ്റീവ് പറയുന്നവരായിരിക്കും. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില ആൾക്കാർ കാണും. അങ്ങനെയുള്ളവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ അങ്ങ് കളയുക. ഇപ്പോൾ ഒരു പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്നില്ല എന്ന് കരുതി വിഷമിക്കരുത്. നമ്മളെ കാത്ത് മറ്റൊരു നല്ല അവസരമായിരിക്കും നമ്മളെ കാത്ത് മുന്നിലുണ്ടാകുക. പിന്നെ ഈ PSC ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് പരുന്തിനെ പോലായിരിക്കണം. പരുന്തിനെ ശ്രദ്ധിച്ചിട്ടില്ലയോ? അത് ഇടിയത്തും മഴയത്തും ഒക്കെ അതിന് ഭയമില്ല. എത്ര മഴ വന്നാലും കാറ്റ് വന്നാലും ഒന്നും അതിന് ഭയമില്ല. അതിൻ്റെയൊക്കെ മുകളിൽ കൂടി പറക്കാനായിരിക്കും അതിന് ഇഷ്ടം. അതുപോലെ ആയിരിക്കണം PSC ഉദ്യോഗാർത്ഥി. എന്ത് നെഗറ്റീവ് കേട്ടാലും തളരരുത്. ഈ പരുന്തുകൾ കണ്ടിട്ടില്ലയോ? അത് അവരൊരുമിച്ച് കൂട്ടമായിട്ടായിരിക്കും പറക്കുന്നത്. മറ്റ് ചെറിയ പക്ഷികളെയൊന്നും അത് കൂട്ടത്തിൽ കൂട്ടാറില്ല. അതുപോലെ നമ്മൾ നല്ല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുപിടിച്ച്, ഈ PSC പഠിക്കുന്ന നല്ല സുഹൃത്തുക്കൾ കാണും, അവരെയൊക്കെ കണ്ടുപിടിച്ച് കമ്പൈൻ സ്റ്റഡിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ നമ്മൾ എത്ര പഠിച്ചാലും അതൊരിക്കലും അത് പാഴാവത്തില്ല. ഇപ്പോൾ ഒരു വ്യക്തി മരിക്കുമ്പോൾ അവർ ഉടുതുണി പോലും ഇല്ലാതായിരിക്കും മുകളിലോട്ട് പോകുന്നത്. അവരുടെ സ്വർണ്ണമോ പണമോ വീടോ ഭൂമിയോ ഒന്നും കൊണ്ടുപോകുന്നില്ല. അത് ഇന്നലെയൊക്കെ അത് മറ്റാർക്കോ ആയിരുന്നു, ഇന്ന് അവർക്ക്, നാളെ അത് മറ്റാരുടെയോ കയ്യിലാണ്. അതുപോലെയാണ് നമ്മൾ പഠിക്കുന്ന, നമുക്ക് കിട്ടുന്ന അറിവ്, നമ്മുടെ വിദ്യാഭ്യാസം അതൊരിക്കലും മറ്റൊരാൾക്ക് കിട്ടില്ല. നമ്മൾ മരിക്കുമ്പോൾ അതും നമ്മുടെ കൂടെ പോകും. നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് മറ്റൊരാൾക്ക് കിട്ടില്ല, അതും നമ്മുടെ കൂടെ പോകും. അതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ സ്വപ്ന ജോലികൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും വ്യത്യസ്തമായ നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം.